ഞാൻ റീസെന്റ് കണ്ട ഒരു തായ്ലാൻഡ് ഹൊറർ മൂവിയാണ് ദി മീഡിയം. ഇതൊരു ഫോൺ ഫുട്ടേജ് മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മേക്കിംഗ് ഉണ്ട്, നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, നല്ല രീതിക്കാണ് ആ ഒരു എൻ്റെ മൂവി ഒരു എക്സിക്യൂട്ട് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഹൊറർ മൂവി ടെംപ്ലേറ്റ് നിന്ന് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. ആൻഡ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു കോൺസെപ്റ്റ് ആയാലും ആ ഒരു എൻ്റെ വേൾഡും എല്ലാം നൈസ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ക്യാരക്ടേഴ്സിന്റെയും അവരുടെ ഇമോഷൻസും അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും എല്ലാം നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു എൻ്റെ മൂവി ഒരു മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്ററി സ്റ്റൈലാണ്. നമ്മൾ പക്കാ ഡോക്യുമെന്ററി, ഇപ്പം നമ്മൾ നെറ്റ്ഫ്ലിക്സിലായാലും അല്ലാതെ ഡോക്യുമെന്ററീസ് കാണത്തില്ല, ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സിൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ അവരൊരു ഇവന്റ്സിനെ ഫേസ് ചെയ്തതിനു ശേഷം അവർ എന്തൊക്കെ പറയും, അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവി ഒരു പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ടീം അവരൊരു ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തായ്ലാൻഡിലുള്ള ഒരു ഗ്രാമത്തിലോട്ട് പോകും. അവിടെയാണെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസം, റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രാമമാണ്. ആൻഡ് അവിടെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഷമൻസ് എന്ന് പറയും. ഈ ഷമൻസ് എന്ന് പറയുന്ന മീഡിയേറ്റേഴ്സ് ആണ്. അതായത് ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ, ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യരിൽ എത്തിക്കുന്ന ഒരു പവറുള്ള ആൾക്കാർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഈ ആൾക്കാരിൽ പ്രേതബാധയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ എക്സോസ് ഒക്കെ ചെയ്യുന്ന ആളുണ്ടല്ലോ, അതാണ് ഈ ഷമൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഷമനാണ് നിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ ഈ ഒരു ഡോക്യുമെന്ററി ടീം പരിചയപ്പെടുകയും അവരുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക റൂട്ടീൻ തന്നെ ഒരു ഡോക്യുമെന്ററി ആക്കാൻ നിൽക്കും. അപ്പോഴാണ് നിം എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നത് തന്റെ ദേഹത്തുള്ള അല്ലെങ്കിൽ താൻ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് ബോയൻ എന്ന് പറയുന്നത് തന്റെ കുടുംബ ദൈവത്തിന്റെ അടുത്താണ്. ആ ഒരു ദൈവത്തിന്റെ ഒരു പവർ തലമുറകളായിട്ട് മാറി മാറി വരുവാണ്. ആദ്യം തന്നെ ഗ്രാൻഡ് മദർ എന്നായിരുന്നു, പിന്നീട് തന്റെ അമ്മയ്ക്ക് വന്നു, പിന്നീട് തന്റെ ചേച്ചിക്ക് വന്നു. ചേച്ചി ഇത് റിജക്ട് ചെയ്തു. അതായത് ചേച്ചിക്ക് ഈ ഷമനാവാൻ താല്പര്യമില്ല, പുള്ളിക്കാരി ക്രിസ്ത്യാനിറ്റിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനുശേഷം ആ ഒരു പവർ നിം എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരും. സോ അങ്ങനെ അവരുടെ ലൈഫൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവരൊരു സഡൻ ആയിട്ട് ഒരു കാര്യം പറയുന്നത്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ച ദിവസമാണ്, സോ നമുക്ക് അവിടെ പോവാന്ന് പറയുമ്പോൾ ഡോക്യുമെന്ററി ടീമിൻ്റെ കൂടെ അവരവിടെ അങ്ങ് പോകും. സോ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു നിം എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു ഡോക്യുമെന്ററി ടീമിൻ്റെ അടുത്ത് പറയും, എൻ്റെ ചേച്ചിയുടെ ഫാമിലിയിൽ ആണുങ്ങളൊന്നും അധികം ജീവിക്കാറില്ല, പല സിറ്റുവേഷനിലാണ് പെട്ടെന്ന് ഒരു മരിച്ചു പോകുന്നത്, എന്താണെന്ന് അറിയത്തില്ല, അവരുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത പാവമാണെന്ന് തോന്നുന്നു പറയും. സോ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ശരിക്കും ഈ ഒരു മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവർ ആ ഒരു മരണ വീട്ടിലോട്ട് പോകും, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും. അവിടെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ അല്ലാത്ത പോലെ തോന്നും ഈ ഒരു നിം എന്ന് പറയുന്ന ക്യാരക്ടർ. കാരണം പുള്ളിക്കാരിക്ക് ഓൾറെഡി ഈ ഒരു ബോയ് എന്ന് പറയുന്ന ദൈവമായിട്ടുള്ള ഒരു പവറും പുള്ളിക്കാരി മീഡിയേറ്ററാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മരണ വീട്ടിൽ പോയതിനു ശേഷം നിം ആദ്യം നോട്ടീസ് ചെയ്യുന്നത് തന്റെ ചേച്ചിയുടെ മോളാണ്. അതായത് ചേച്ചിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു തലമുറയിൽ ഇനി ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഒരു മകൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. തന്റെ ഹസ്ബൻഡ് ഇപ്പം മരിച്ചു, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അവരുടെ ആ ഒരു ഫാമിലി ആണുങ്ങൾ അധികം ജീവിക്കാറില്ല, പെട്ടെന്ന് പല റീസൺസ് ആയിട്ട് മരണപ്പെട്ടു പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നിം ആ ഒരു കുട്ടിയെ നോട്ടീസ് ചെയ്യും. അവരിൽ എന്തോ പെട്ടെന്ന് ഭയങ്കര ചേഞ്ച് വന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ഏതോ ഒരു സ്പിരിറ്റ് ആ ഒരു കുട്ടിയുടെ ബോഡിയിൽ കയറിയിട്ടുള്ളതായിട്ട് നിമ്മിന് തോന്നും. സോ ആ ഒരു തോന്നലിന് ശേഷമാണ് ശരിക്കും ആ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്ര നേരം പറഞ്ഞു വലിയ സ്പോയിലേഴ്സ് ഒന്നും വരെ സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇപ്പം ഈ ഡോക്യുമെന്ററിയുടെ കാര്യമായാലും ബാക്കിയുള്ള എല്ലാം നരേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് ബോറായിരിക്കും കാണാൻ. കാരണം നമ്മളൊരു പക്ക ഡോക്യുമെന്ററി കാണുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടേഴ്സിന്റെ സംസാരവും സിറ്റുവേഷൻസും ആ ഇവന്റ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. തന്നെ അവിടെ വലിയ ഹൊറർ എലമെന്റ്സോ അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സ്ലോ പീസായിട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആ ഒരു പോയിന്റ് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ വ്യൂ കിട്ടി, എന്താണ് ശരിക്കും സംഭവിച്ചെന്നൊക്കെ കിട്ടിയിട്ട് പിന്നീട് ആ ഒരു മൂവിയുടെ എൻഡ് വരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു പോയിന്റ് വരെ അല്ലെങ്കിൽ ഈ മൂവിയുടെ ശരിക്കുള്ള കോണ്ടന്റ് എത്തുന്ന വരെ പക്ക ഡോക്യുമെന്ററി ഫീൽ ആണെങ്കിലും പിന്നീട് ആ ഒരു ഫോൺ ഫുട്ടേജ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്ററി ഒക്കെ ഒരു ലെവല് മാറി ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് ഒരു ആക്ട് ഉണ്ട്, അതായത് ഫൈനൽ ആക്ട്, ഒരു ലാസ്റ്റ് ഒരു 30-40 മിനിറ്റുള്ള സീൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഒരു സീക്വൻസിനെ കുറിച്ച് എടുത്ത് പറയുന്നില്ല, പറഞ്ഞ സ്പോയിലായി പോകും. നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു ഹൊറർ ഫീലുള്ള അല്ലെങ്കിൽ നല്ലൊരു കിടിലം ഫോൺ ഫുട്ടേജ് സീക്വൻസ് തന്നെയാണ് ആ ഒരു ലാസ്റ്റ് ഒരു 30-40 മിനിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു ഭയങ്കര സ്ലോ പീസിലൊക്കെ പോയിട്ട് പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതായാലും എല്ലാം അടിപൊളിയാണ്. അതിന്റെ അടുത്ത് പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി. നമ്മൾ ആ ഒരു ഫോൺ ഫുട്ടേജ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്ററി ഫീൽ കിട്ടാനായിട്ടുള്ള ഒരുപാട് ഷോട്ട്സ്, ഒരുപാട് ആംഗിൾസ്, ആ ഒരു ഷെയ്ക്കി ആയിട്ടുള്ള എഫക്ട്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് നല്ലൊരു കിട്ടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ റാൻഡം ആയിട്ട് ഒരു ക്യാമറ എടുത്തപ്പോൾ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആൻഡ് അഫ്കോഴ്സ് ആ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ ഉള്ള ഒരു മേക്കിങ്ങും സൗണ്ടും ആ ഒരു പ്രസന്റേഷനൊക്കെ അടിപൊളിയാണ്. ഡോക്യുമെന്ററി മൂവീസും അല്ലെങ്കിൽ ഫോൺ ഫുട്ടേജ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഈ മീഡിയം. എന്തായാലും കണ്ടുപോകുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.